ഇന്ന് നമ്മൾ റോഡ് വൈഡനിങ് എങ്ങനെ മാർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിപ്പോൾ ഞാൻ സൈഡ് പ്ലാനിലാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ സൈഡ് പ്ലാനിൽ ഇത് റോഡിൻ്റെ ലൈൻ ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ആദ്യം മാർക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ അതിൽ നമ്മൾ റോഡ് വൈഡനിങ് കാണിക്കണം. ഇപ്പോൾ എനിക്ക് റോഡിൻ്റെ രണ്ട് വശത്തേക്കും 1 മീറ്ററാണ് വൈഡനിങ് ആയിട്ട് വരുന്നതെങ്കിൽ നമ്മൾ 1 മീറ്റർ ഓപ്പോസിറ്റ് ഇടുക. റോഡിൻ്റെ ഇപ്പുറത്തേക്കും ഈ റോഡിൻ്റെ ഇപ്പുറത്തേക്കും നമുക്ക് 1 മീറ്ററാണ് വൈഡനിങ് പറഞ്ഞിരിക്കുന്നത്. ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ പഴയ റോഡ് ലൈൻ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയാം. ലെയർ കേട്ടോ. എന്നിട്ട് നമ്മൾ വൈഡനിങ് ഇപ്പോൾ പ്ലോട്ട് ബൗണ്ടറി ഇതായിട്ടാണ് മാർക്ക് ചെയ്തേക്കുന്നത്. പ്ലോട്ട് ബൗണ്ടറി നമ്മൾ അതിന് മുന്നേ നമ്മൾ റോഡ് വൈഡനിങ് മാർക്ക് ചെയ്യണമല്ലോ. അപ്പോൾ അത് നമ്മൾ PL അടിച്ച് പോളിഗണായിട്ടാണ് വരയ്ക്കേണ്ടത്. പോളി ലൈൻ എടുത്ത് വരയ്ക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പോളി ലൈൻ എടുത്ത് വയ്ക്കാം. ഇത് നമ്മുടെ പഴയ പ്ലോട്ട് ലൈനിൽ നിന്നാണ് നമ്മൾ ഇത് വരയ്ക്കുന്നത് കേട്ടോ. ഇത് ഇങ്ങനെ നമ്മൾ പോയിന്റ് എടുത്ത് വരയ്ക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ എറർ വരും. ക്ലോസ് ചെയ്യും. അടിച്ച് ക്ലോസ്. ഇതാണ് റോഡ് വൈഡനിങ് ലൈൻ എന്ന് പറഞ്ഞിട്ട് ഒരു മാർക്ക് ചെയ്യുന്നത്. അതാണ് ലെയറിലുണ്ട്. അതിൻ്റെ ലെയർ സൈഡ് പ്ലാനിലുണ്ട്. ഇതാണ് ലെയർ റോഡ് വൈഡനിങ്ങിൻ്റെ. നമ്മളിതെടുത്ത് മാച്ച് ചെയ്തിട്ട് ഇത് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ പ്ലോട്ട് ലൈൻ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഇതാണ്. നമ്മുടെ വൈഡനിങ് നമ്മുടെ പ്ലോട്ടിലേക്ക് നിൽക്കുന്ന ലൈൻ. അപ്പോൾ നമ്മളത് അവിടെ കൊണ്ടുപോയിട്ടാണ് നമ്മൾ പ്ലോട്ട് ലൈൻ മാർക്ക് ചെയ്യേണ്ടത്. നമ്മുടെ വൈഡനിങ് ഇവിടം വരെ ആ ലൈനാണ് ഇട്ടത്. നമ്മുടെ പ്ലോട്ടിലേക്ക് ഈ ലൈൻ വരെയാണ് കയറിയിരിക്കുന്നത് റോഡ്. അപ്പോൾ നമ്മളത് നമ്മുടെ പ്ലോട്ട് ലൈൻ അവിടം വരെ ആക്കി കാണിക്കാം. നമുക്കിവിടെ ഒരുപാട് പോയിന്റ്സ് ഉള്ളതുകൊണ്ടാട്ടെ ഇതുപോലെ വെർട്ടെക്സ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ വെർട്ടെക്സ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് വെർട്ടെക്സ് ഉള്ള ഡ്രോയിങ്സിൽ നമ്മൾ അതുപോലെ സൂക്ഷിച്ച് ചെയ്താൽ മാത്രമാണ് നമ്മൾ എറർ ഇല്ലാണ്ട് ഈ ഡ്രോയിങ് ചെയ്ത് തീർക്കാൻ പറ്റുള്ളൂ. നമ്മുടെ പ്ലോട്ട് ലൈൻ നമ്മൾ റോഡ് വൈഡനിങ് ഇല്ല ഉണ്ട്. ഇതാണ് റോഡ് വൈഡനിങ് പോളി ലൈൻ. അപ്പം അതിൻ്റെ ഈ ലൈൻ വരെ ആക്കി നമ്മൾ കൊടുത്തു പ്ലോട്ട് ലൈൻ. എന്നിട്ട് നമ്മൾ ബിൽഡിംഗ് ലൈൻ മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ ബിൽഡിംഗ് ലൈൻ മാർക്ക് ചെയ്യുന്നത് ഈ റോഡ് വൈഡനിങ്ങിൻ്റെ ഈ ലൈനിൽ നിന്നായിരിക്കണം. റോഡിൽ നിന്ന് നമ്മൾ മിനിമം 3 മീറ്ററാണ് വരേണ്ടത്. അപ്പോൾ ഈ ലൈൻ വരയ്ക്കും. ഇതാണ് ബിൽഡിംഗ് ലൈൻ. ബിൽഡിംഗ് ലൈൻ വരയ്ക്കുമ്പോഴേ നമ്മൾ കുറച്ച് പുറത്തേക്ക് പ്ലോട്ടിൻ്റെ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ പ്ലോട്ട് ബൗണ്ടറിയിൽ
ടച്ച് ചെയ്തിട്ടില്ലെന്നും പറഞ്ഞ് എറർ കാണിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ടിരിക്കുന്നത് ബിൽഡിംഗ് ലൈൻ. ബിൽഡിംഗ് ലൈനിൻ്റെ ലെയർ അറിയാലോ. ബിൽഡിംഗ് ലൈനിൻ്റെ ലെയർ ബിൽഡിംഗ് ലൈൻ നോട്ടിഫൈഡ് റോഡിൽ നിന്നുള്ള ബിൽഡിംഗ് ലൈൻ ഇത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് റോഡ് വൈഡനിങ് നമ്മൾ കാണിക്കുന്നത്. ഇതുപോലെ പോളിഗണായിട്ടായിരിക്കും വരയ്ക്കേണ്ടത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ റോഡ് വൈഡനിങ് എങ്ങനെ